കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു പുതിയ യാത്രാ വിവരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു യാത്രയ്ക്ക് ഒരു കഥയുമായിട്ട് നല്ല സാമ്യമുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ പണ്ട് പഠിച്ചില്ലേ, മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി കാശിക്ക് പോയ യാത്ര. അതേപോലെ ഞാനും എൻ്റെ ഏച്ചിയും കൂടിയിട്ട് ദക്ഷിണ കാശിയിലേക്ക് പോയി. അതെ, കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് കൊട്ടിയൂരമ്പലം. അവിടെ വൈശാഖ മഹോത്സവമാണ്. അങ്ങനെ ഞങ്ങൾ വളരെ പുലർച്ചെ അല്ല, വളരെ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വളരെ പുലർച്ചയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് വന്ന് തൊഴുതു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ലേറ്റാവും തോറും തിരക്ക് കൂടും, ബ്ലോക്കും കൂടും. അങ്ങനെ ഞങ്ങൾ ആ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഒരു 2-2.5 കിലോമീറ്റർ അകലെ ഇറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ബസ് ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടി വരും എന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. ഞങ്ങൾ മാത്രമല്ല, ബസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇറങ്ങി നടക്കുകയുണ്ടായത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലെത്തിയിട്ടില്ല, അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെയുള്ള പുഴയിൽ നമ്മൾ മുങ്ങിക്കുളിച്ച് ഈറനോടെ വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാമെന്ന്. ഞങ്ങൾക്കറിയാം അത്യാവശ്യം തിരക്കുണ്ടാവും, കാരണം ബ്ലോക്ക് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതുപോലെയൊരു തിരക്കായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നല്ല തിരക്കായിരുന്നു. ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ആലോചിച്ചു, അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന്. പിന്നെയും നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ട് തൊഴാതെ പോകുക എങ്ങനെയാണ്? അങ്ങനെ ഞങ്ങളും കൂടി ആ തിരക്കിലേക്ക് കയറി. എങ്ങനെയൊക്കെയോ ആ തിരക്കിലൂടെ ആ പാലം അങ്ങ് കടന്നു കിട്ടി. പാലം കടന്നിട്ടും ഒരു ഭയങ്കര തിരക്കായിരുന്നു ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് രാത്രി വരെ നിന്നാലും തൊഴാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ വേറൊരു വഴിയിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റും പ്രദക്ഷിണം വെക്കാമെന്ന് വെച്ച്. അതെല്ലാം നമ്മൾ ആ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് അവിടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊഴുത് വലം വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വലം വെച്ചു. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനത്തിൻ്റെ അവിടെ ചെന്ന് ചോറും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.